കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത ആ ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. രാജ്യത്തെ സാധാരണക്കാരായ ഈ ജനങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമത്തോട് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സുപ്രധാന സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള ഷിംല കരാർ മരവിപ്പിച്ചും ഭീകരവാദികൾ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പ്രഖ്യാപിച്ച് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. യുദ്ധസമാനമായ ഈ സാഹചര്യത്തിൽ നമ്മുടെ സൈന്യത്തെ നമ്മൾ അറിയണം. പാകിസ്ഥാൻ്റെ സൈനിക ശക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്ഥാനം എവിടെയാണ് നിൽക്കുന്നത് എന്നും നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സൈനിക സേനയാണ് ഇന്ത്യൻ സായുധ സേനകൾ അഥവാ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ഇതിന് 3 വിഭാഗങ്ങളാണുള്ളത്: കരസേന അഥവാ ഇന്ത്യൻ ആർമി, വായുസേന അഥവാ ഇന്ത്യൻ എയർഫോഴ്സ്, നാവികസേന അഥവാ ഇന്ത്യൻ നേവി. ഈ സേനാ വിഭാഗങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനും വേണ്ടിയാണ്. ഇന്ത്യൻ സേനയുടെ സർവ്വസേനാധിപതി അഥവാ സുപ്രീം കമാൻഡർ ഇന്ത്യയുടെ രാഷ്ട്രപതിയും സേനയുടെ ഭരണ നിയന്ത്രണം നടത്തുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമാണ്. ഇന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ യുദ്ധസമാനമായ സാഹചര്യമാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതുപോലെ യുദ്ധസമാനമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏത് സൈന്യത്തിനാണ് ശക്തി കൂടുതൽ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. കണക്കുകളും വിശദാംശങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ തരത്തിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യങ്ങളുടെ ആയുധശേഷി വർഷാവർഷം താരതമ്യം ചെയ്യുന്ന ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച്, അതായത് ഒരു സമ്പൂർണ്ണ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പോരാട്ടശേഷി നിർണ്ണയിക്കുന്നതിനു വേണ്ടി രാജ്യത്തിൻ്റെ GDP, ജനസംഖ്യ, സൈനിക ശക്തി, ആയുധങ്ങൾ വാങ്ങുന്നതിനാവശ്യമായ ശേഷി എന്നിവയെല്ലാം ഉൾപ്പെടെ 60-ലും കൂടുതൽ ഘടകങ്ങളിൽ നിന്നുള്ള ഡേറ്റകൾ അനുസരിച്ച് ലോകത്തെ 4ാമത്തെ വലിയ സൈന്യമാണ് ഇന്ത്യയുടേത്. എന്നാൽ പാകിസ്ഥാൻ ഈ പട്ടികയിലെ 12ാം സ്ഥാനക്കാരാണ്. ഇന്ത്യൻ സായുധ സേനകളുടെ ഏറ്റവും വലിയ ഘടകമാണ് ഇന്ത്യൻ ആർമി അഥവാ കരസേന. ഇന്ത്യൻ ആർമിയുടെ പ്രൊഫഷണൽ തലവൻ ചീഫ് ആംഡ് സ്റ്റാഫാണ്. അതിർത്തികൾ കാത്തു സംരക്ഷിക്കുക, രാജ്യത്തിൻ്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാമാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ. ഇന്ത്യക്കാകെ 14,55,550 ആക്റ്റീവ് സൈനികരാണുള്ളത്. കൂടാതെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ യുദ്ധത്തിനിറങ്ങുന്നതിനായി 11,55,000 കരുതൽ സേന അഥവാ റിസോഴ്സ് ഫോഴ്സുമുണ്ട്. എന്നാൽ പാകിസ്ഥാന് 6,54,000 സൈനികരും 5 ലക്ഷം കരുതൽ സൈനികരും മാത്രമേ ഉള്ളൂ. അതായത് പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ 8 ലക്ഷം സജീവ സൈനികർ കൂടുതലുണ്ട്. പുരാതന കാലങ്ങളിൽ യുദ്ധ ആനകൾ സൈന്യത്തിൻ്റെ ടാങ്കുകളായിരുന്നു. ശത്രു സൈന്യത്തെ തകർക്കുവാൻ മനുഷ്യർ അവയെ നയിച്ചു. നിരവധി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ യുദ്ധ ആനകളെ ട്രാക്കുകളും ഫയർ പവറുകളുമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാറ്റി. അവയെ ടാങ്കുകൾ എന്ന് വിളിക്കുന്നു. ടാങ്കുകളും കവചിത വാഹനങ്ങളുമാണ് ഇന്ത്യൻ സേനയുടെ കരുത്ത്. അത്യാധുനിക T-19 ഭീഷ്മ മുതൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അർജുൻ വരെ 4,201 ടാങ്കുകളാണ് ഇന്ത്യക്കുള്ളത്. 1,48,000-ലേറെ കവചിത വാഹനങ്ങളും. ടാങ്ക് ശക്തിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ 6ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. എന്നാൽ പാകിസ്ഥാന് 2,627 ടാങ്കുകളും 17,516 കവചിത വാഹനങ്ങളും മാത്രമേ ഉള്ളൂ. കാലാൾപ്പടയെ യുദ്ധക്കളത്തിലേക്ക് വേഗത്തിൽ വിന്യസിപ്പിക്കുന്നതിന് കവചിത വാഹനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇവ ഫയർ പവർ ചേർക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഓരോ ഓപ്പറേഷൻ്റെയും വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ടാങ്കുകൾ, കാലാൾപ്പടയുടെ പോരാട്ട വാഹനങ്ങൾ, BMP-കൾ, സൈന്യത്തെ വേഗത്തിൽ വിന്യസിപ്പിക്കുവാൻ സഹായിക്കുന്ന ചക്രങ്ങൾ ഉള്ളതോ ട്രാക്ക് ചെയ്തതോ ആയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഈ കവചിത വാഹനങ്ങളിൽ ഉൾപ്പെടുന്നു.
ഇവയെല്ലാം പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് വളരെയധികം കൂടുതലാണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായ അഗ്നിയാണ് ഇന്ത്യൻ മിസൈലുകളിൽ മുൻപിൽ. ഇതിൻ്റെ ദൂരപരിധി 5200 കിലോമീറ്റർ ആണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അഗ്നി 1 മുതൽ 5 വരെയുള്ള 5 ജനറേഷൻ മിസൈലുകൾക്ക് പുറമെ പൃഥ്വി 1, 2, 3 മിസൈലുകളും ഇന്ത്യക്കുണ്ട്. ക്രൂസ് മിസൈലുകളിൽ ശബ്ദത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളുടെ കര, കടൽ, വ്യോമ പതിപ്പുകളുമുണ്ട്. ദീർഘദൂര മിസൈലുകളായ നിർഭയാണ് മറ്റൊരു ക്രൂസ് മിസൈൽ. ഇതിനു പുറമെ ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലുകളായ ത്രിശൂൽ, ആകാശ്, ടാങ്വേദ, ഗൈഡഡ് മിസൈലായ നാഗ് എന്നിവയും ഇന്ത്യയുടെ കൈവശമുണ്ട്. പാകിസ്ഥാൻ്റെ പ്രധാന മിസൈലുകളായ ഷഹീൻ പരമ്പരയുടെ പരമാവധി വേഗം 2750 കിലോമീറ്ററാണ്. ഇതിനു പുറമെ ഗോറി, ഹതഫ്, അബബീൽ എന്നീ മിസൈലുകളും ഇന്ത്യയുടെ കൈവശമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേന ഇന്ത്യയുടേതാണ്. റഫാൽ, Su-30 MKA, സുഖോയ് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത്. ഇന്ത്യക്ക് 2296 വിമാനങ്ങളുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. പാകിസ്ഥാൻ ആകെ 1434 വിമാനങ്ങളാണുള്ളത്. വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഗതാഗത വിമാനങ്ങൾ, ഫിക്സഡ് വിങ്, റോട്ടർ വിങ് വിമാനങ്ങൾ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യക്ക് 31 സ്ക്വാഡ്രഡുകളിലായി 606 യുദ്ധവിമാനങ്ങളും തേജസ് MK1, MK1A പോലുള്ള കൂടുതൽ വിമാനങ്ങളുമുണ്ട്. ഇവയിൽ MiG-21 ബൈസൺ, സെബേക്യാറ്റ്, ജഗ്വാർ, MiG-29 തുടങ്ങിയ പഴകിയ ജെറ്റുകൾ അടുത്ത 4-5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ സർവീസ് നിർത്തലാക്കാൻ പോവുകയാണ്. പാകിസ്ഥാൻ ആകെ 387 യുദ്ധവിമാനങ്ങളാണുള്ളത്. കൂടാതെ ചൈനീസ്, ഫ്രഞ്ച്, അമേരിക്കൻ വിമാനങ്ങളും അവരുടെ കപ്പലുകളിലുണ്ട്. JF-17 തണ്ടർ, F-16, J-10C തുടങ്ങിയവയാണ് പാകിസ്ഥാൻ്റെ പ്രധാന വിമാനങ്ങൾ. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി നീണ്ട വലിയ സമുദ്ര അതിർത്തിയാണ് ഇന്ത്യക്കുള്ളത്. ഇതേസമയം അറബിക്കടലിനോട് ചേർന്ന് മാത്രമാണ് പാകിസ്ഥാന് സമുദ്ര അതിർത്തിയുള്ളത്. ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ സേനയേക്കാൾ വളരെയേറെ ശക്തവും വിശാലവുമാണ്. മുഖ്യ എതിരാളികളായ 114 കപ്പൽപ്പടയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 294 കപ്പലുകളാണ് ഇന്ത്യക്കുള്ളത്. 2 വിമാനവാഹിനി കപ്പലുകൾ, INS വിക്രമാദിത്യ, INS വിക്രാന്ത്, ഡിസ്ട്രോയിഡുകൾ, കോർവെറ്റുകൾ, ഫ്രിഗേറ്റുകൾ, അന്തർവാഹിനികൾ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ. ഇന്ത്യ എന്ന നീല ജല നാവികസേന ആഗോളതലത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വലിയ സമുദ്ര സൈന്യമാണ്. യുദ്ധവിമാനങ്ങളും മറ്റു മാരക യുദ്ധ സംവിധാനങ്ങളുമെല്ലാമായി ലോകത്തിൻ്റെ ഏത് കോണിലും എത്തിച്ചേരുവാൻ സാധിക്കുന്ന സൈന്യമാണ് ഇന്ത്യൻ നാവികസേന. പാകിസ്ഥാന് വിമാനവാഹിനി കപ്പലുകൾ ഒന്നുമില്ല. പരിമിതമായ ശക്തി മാത്രമാണുള്ളത്. പാകിസ്ഥാൻ നാവികസേന സ്വന്തം മേഖലയിൽ മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ഗ്രീൻ വാട്ടർ നേവിയാണ്. യുദ്ധഭൂമികളിൽ ഏറ്റവും നിർണായകമാകുന്നത് ആണവായുധങ്ങളാണ്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന SIPRIയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആണവ ശേഖരണം ഏകദേശം 172ആണ്. പാകിസ്ഥാൻ്റേത് 170ഉമാണ്. എന്നാൽ ഇന്ത്യ ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് NFU എന്ന നോ ഫസ്റ്റ് യൂസ് പോളിസി പിന്തുടരുന്നതുകൊണ്ടാണ്. അതായത് ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം ഉപയോഗിക്കുകയേയില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാൻ 5ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ 65 ദശലക്ഷത്തിലും അധികം ആളുകളുടെ ലഭ്യമായ മനുഷ്യശക്തിയുണ്ട്. ഇതേസമയം പാകിസ്ഥാനിൽ 10 ദശലക്ഷം ആളുകളേ ഉള്ളൂ. സൈനിക പ്രായത്തിൽ എത്തിയതും സേവനത്തിന് ലഭ്യമായതുമായ ഒരു വലിയ യുവജനസംഖ്യ പാകിസ്ഥാനിൽ ലഭ്യമായ മനുഷ്യശക്തിയെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വളരെയേറെ കൂടുതലാണ്. 2023-24 കാലഘട്ടത്തിലെ ബഡ്ജറ്റിൽ ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ 13% പ്രതിരോധത്തിനായിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. $73.8 ബില്യൺ തുക. അതായത് 6,30,000 കോടിയോളം ഇന്ത്യൻ രൂപ. ഇതേസമയം പാകിസ്ഥാന് $6.34 ബില്യൺ ആയിരുന്നു പ്രതിരോധ ബഡ്ജറ്റ്. ഈ സാമ്പത്തിക വർഷം, അതായത് 2025-26 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് ഏകദേശം $79 ബില്യൺ ആണ്.
മുൻപത്തെ വർഷത്തേക്കാളും 9.5% വർധനവ്. പാകിസ്ഥാൻ്റെ ഈ വർഷത്തെ പ്രതിരോധ ബഡ്ജറ്റ് ഇതിനേക്കാൾ വളരെയേറെ കുറവാണ്. $7.6 ബില്യൺ മാത്രം. നമ്മുടെ സൈനിക ശക്തി എത്രമാത്രം വലുതാണെന്ന് മനസ്സിലായില്ലേ? പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യേണ്ട കാര്യം പോലുമില്ല. എന്നാൽ നമ്മുടെ ഇന്ത്യ യുദ്ധക്കൊതിയുള്ള ഒരു രാജ്യമല്ല, സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. എന്നാൽ നമ്മുടെ സമാധാനം അവർ തകർക്കാൻ ശ്രമിച്ചാലോ? നമ്മുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.